മാലതിയുടെ മോളുടെ പൊങ്കൻ്റെ അടുത്തേ അവളെ എൻ്റെ അടുത്ത് അഹങ്കാരേ അല്ല പിന്നെ രവിയേട്ടാ നിങ്ങൾ എന്താണ് ഈ കുത്തിക്കുറിക്കണത്? നീ കാര്യം പറ, എന്താണ്? മാലതിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞു. അതെനിക്കറിയാലോ. അവളുടെ ഗമയും പത്രാസും ഒന്ന് കാണണം. അവളുടെ ആങ്ങള അമേരിക്കയിൽ നിന്ന് കുറെ സ്വർണവും വസ്ത്രവും കൊണ്ടുവന്നിട്ട് അതങ്ങോട്ട് എന്റെ മുന്നിൽ നിരത്തിയിട്ടേക്കണു. എന്റെ മുന്നിലേ ഞാനിതൊന്നും കാണാനൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. കാലി വന്നിട്ട് പറ്റില്ല എനിക്ക്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച നീയാണോ മാലതിനെ കുറ്റം പറയുന്നത്? നിനക്ക് വേറെന്താ പറയുന്നത്? പറഞ്ഞു. അല്ല, നിങ്ങൾ അങ്ങനെ പറയൂ. അതേ കാര്യമൊക്കെ ശരി. 2 മാസമാണ് നമ്മുടെ മോളുടെ കല്യാണത്തിനുള്ളിൽ. എല്ലാവരെയും ക്ഷണിക്കണം. ഈ ദേശത്ത് ഇങ്ങനെ ഒരു കല്യാണം നടക്കരുതിനി. പിന്നെ മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, അതിനൊരു നമുക്കൊരു കാര്യം ചെയ്താലോ? എറണാകുളം മറൈൻ ഡ്രൈവ് ബുക്ക് ചെയ്താലോ? എന്താ അഭിപ്രായം നിന്റെ? ഈ നാട്ടുകാരെ മുഴുവൻ ക്ഷണിക്കാനുള്ളൂ. അപ്പൊ അത് വേണ്ടി വരില്ലേ? മതി കളിയാക്കിയത്. പിന്നല്ലാണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നാട്ടുകാർ പലതും ചെയ്യും. അതൊന്നും കണ്ട് നീ തുള്ളാൻ നിൽക്കണ്ട. നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? എന്തേ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലേ? നിങ്ങൾക്ക് ഈ ജോലി കിട്ടി പെൻഷൻ പറ്റിയ പൈസ മുഴുവൻ കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ടില്ലേ? മാത്രമല്ല നിങ്ങളുടെ അച്ഛനും അമ്മയും 1.5 ഏക്കർ തന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് വിൽക്കാം. അപ്പൊ 1.5 ഏക്കറിൽ ഒരു വീടും അവിടെ അച്ഛനും അമ്മയും താമസിക്കണത് നിനക്കറിയില്ലേ? അവരെന്ത് ചെയ്യും? അവരെ കുറച്ചു നാള് നമ്മുടെ കൂടെ താമസിക്കും. കുറച്ചു നാള് കഴിഞ്ഞാലോ? അഡ്ജസ്റ്റ് ചെയ്യാം. മോളുടെ കല്യാണം കഴിയണവരെ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കണ കാര്യം വല്ലതുണ്ടെങ്കിൽ നീ പറ. ഓക്കെ? എന്താ ഇവിടെ ഒരു ബഹളം? അയാളെ ശബ്ദം പുറത്ത് കേൾക്കാലോ. ഒന്നുമില്ല അച്ഛാ, ആ മാലതിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞില്ലേ, അന്ന് തൊട്ട് തുടങ്ങിയതാ ബഹളം. അവന്റെ ബഡ്ജറ്റിനനുസരിച്ചല്ലേ മോളെ അവന് കല്യാണം നടത്താൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നടക്കണ്ടേ? നിനക്കതിനെപ്പറ്റി ഒരു ബോധ്യമൊന്നും ഇല്ലേ? അതിനേക്കാൾ ആർഭാടായിട്ട് ഇവിടെ കല്യാണം നടത്തുന്നത്. അവന്റെ വരുമാനത്തിന്റെ അവസ്ഥ അനുസരിച്ച് വേണം ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നീക്കാൻ. നീയല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. എന്താ മോളെ ഒരു മുന്നറിയിപ്പില്ലാതെ? അച്ഛാ, അത് പിന്നെ അച്ഛാ, ഞാൻ പറയുന്ന കാര്യം കേട്ട് അച്ഛൻ ദേഷ്യപ്പെടരുത്. അച്ഛാ, എൻ്റെ കൂടെ പഠിച്ച വിഷ്ണുവിനെ അറിയില്ലേ? അറിയാം. കായംകുളത്തുള്ള വിഷ്ണു. അച്ഛാ, അത് പിന്നെ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ അത് സമ്മതിക്കില്ല എന്ന് വെച്ച് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാതെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ കോ ലിവിങ്ങിലാണ്, അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ. ഇപ്പോൾ 2 വർഷമായി. 1 വയസ്സുള്ളൊരു കുഞ്ഞും ഉണ്ട്. നിങ്ങളൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഇതൊക്കെ നിനക്കൊന്ന് പറയാമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ലായിരുന്നു അച്ഛാ. സോറി അച്ഛാ, ഇങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ശിവ, എന്റെ മോളെ, ഞാൻ എന്തൊക്കെയാണ് കാണുന്നതും കേൾക്കുന്നതും? എനിക്ക് വഴിയ പരമദ്രോഹി. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ആ മാലതി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? എന്റെ ദൈവമേ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഈ കുഞ്ഞുമായിട്ട് കുഞ്ഞും ഹസ്ബൻഡ് വന്നിട്ടില്ലേ? അവരോട് വരാൻ പറ. അവിടെ താഴെ ഉണ്ടോ? എവിടെ നിൽക്കുന്നു? വിഷ്ണു കാറിലുണ്ടമ്മ. കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ല. കാരണം പാസ്പോർട്ടിന് ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ അതിനും കൂടി വേണ്ടിയാണ് വന്നത്. അപ്പോൾ വിഷ്ണുവിനെ അതേക്ക് വിളിക്കട്ടെ? ഞാൻ വിളിച്ച മോളെ വിളിക്ക്. അച്ഛനമ്മയോടൊക്കെ വിളിക്കട്ടെ. വിഷ്ണുവിനെ വിളിക്കട്ടെ അമ്മ. വിഷ്ണുവിനെ വിളിക്കട്ടെ. പോട്ടെ, പുതിയ ജനറേഷൻ അല്ലേ, ഇതൊക്കെ ഉണ്ടാവും.